നമസ്കാരം പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസം വിദേശത്ത് ആത്മഹത്യ ചെയ്ത അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ, കൊല്ലം ജില്ലയിലുള്ള അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ദാരുണ അവസ്ഥ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്ന വ്യക്തി അമിത മദ്യപാനിയായിരുന്നു എന്ന് പറയുന്നു. മദ്യപിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ വളരെ സൈക്കോ സ്വഭാവം പ്രകടിപ്പിച്ചിരുന്നു, ആ പെൺകുട്ടിയെ മർദ്ദിക്കുമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഒപ്പം ആ പെൺകുട്ടി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത കുറച്ച് വീഡിയോകൾ, അത് കണ്ടിരിക്കുവാൻ തന്നെ മനപ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ, ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ അയാൾ പെരുമാറുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും മറ്റുമൊക്കെ വിദേശ രാജ്യത്ത്, അതായത് ദുബായിൽ നടക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്യുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കഴിഞ്ഞ നോമ്പ് സമയത്ത്, റമദാന്റെ സമയത്ത് ഒരു ഒളിച്ചോട്ടത്തിന്റെ വാർത്തയാണ്. അത് കണ്ണൂർ ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ദിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ ഹോസ്പിറ്റൽ ഡ്രൈവറുടെ മകനുമായി, കിരണുമായി ഒളിച്ചോടി. അത് വലിയ വിവാദമായിരുന്നു ആ സമയത്ത്. കാരണം ലൈവൊക്കെ ഇട്ട് ഞങ്ങളെ ആരും ഉപദ്രവിക്കാൻ വരരുത്, ഞങ്ങൾ സ്വസ്ഥമായി ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവർ ഒളിച്ചോടിയത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ സാമൂഹ്യ മാധ്യമങ്ങൾ, യൂട്യൂബ് ചാനലുകളൊക്കെ ആ പെൺകുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഈ ഒളിച്ചോടിപ്പോയി, പ്രണയത്തിന്റെ മധുരിമയിൽ ഒളിച്ചോടിപ്പോയ ആ കിരൺ എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. അയാൾ മദ്യപിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ വേണ്ടി പ്രലോഭിക്കുമായിരുന്നു, അല്ലെങ്കിൽ തല്ലുമായിരുന്നു, ക്രൂര പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി വീട്ടുകാരെ ബന്ധപ്പെട്ടു. വീട്ടുകാർ മകളെ തിരിച്ചു വരവാൻ പറഞ്ഞു. എല്ലാം ക്ഷമിച്ചു സഹിച്ചു ആ പെൺകുട്ടിയെ അവർ വീട്ടിൽ വരുത്തി. അതിനുശേഷം ചുറ്റുപാടുള്ള ആളുകളുടെ ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ, ശരങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ്, അയൽ വീട്ടിൽ എന്തു നടക്കുന്നു എന്നറിയാൻ വല്ലാത്ത ഒരു അത്യാർത്തിയും ആകാംക്ഷയാണ്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഭയന്നായിരിക്കാം ദിയയെ അവർ ദുബായിൽ അയച്ചു എന്ന വാർത്തയും കേരളത്തിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ കൈകാര്യം ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ വാർത്തയായി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ രണ്ട് സംഭവങ്ങളും ഒന്ന് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ചേർത്ത് പിടിക്കുവാൻ ശ്രമിച്ചു. കാരണം ദിയ പോയത് വ്യത്യസ്ത സാഹചര്യങ്ങളായിരുന്നു. കാരണം വീട്ടുകാരെയൊക്കെ എതിർത്ത് അവരുടെ മുഖത്ത് കരിവാരി തേച്ച് വേറൊരു സമുദായത്തിൽപ്പെട്ട ആളോടൊപ്പം ഒളിച്ചോടിപ്പോയി. അതിനുശേഷം വീട്ടുകാർക്കെതിരെ ലൈവായി വന്നു. എന്നിട്ടും ആ പെൺകുട്ടിക്ക് ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ അവർ ചേർത്ത് പിടിച്ചു. പ്രായത്തിന്റെ അപക്വതയിൽ സംഭവിച്ചതാണ് എന്നൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ അവർ ചേർത്ത് പിടിച്ചത് കൊണ്ട് ദിയയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ല. അവളെ അവർ ദുബായിലോട്ട് അയച്ചു. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ സമുദായം വിട്ട്, അല്ലെങ്കിൽ വീട്ടുകാരെയും കുടുംബക്കാരെയും ഒക്കെ വിട്ട് ഒളിച്ചോടിയ പെൺകുട്ടിയെ തിരിച്ചു വിളിച്ചതിന്റെ പേരിൽ വീട്ടുകാർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വരും. കാരണം മതം വിട്ടുപോയതാണ്, പക്ഷേ കുടുംബത്തെ അവമാനിച്ചു പോയതാണ്. പക്ഷേ ആ വീട്ടുകാർ തങ്ങളുടെ ജീവനായ മകൾക്ക് പ്രാധാന്യം നൽകിയെന്നാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം അവർക്കറിയാം, അവർ കൈവിട്ടാൽ, നീ നിന്റെ ഇഷ്ടപ്രകാരം ഒളിച്ചോടിപ്പോയതല്ലേ എന്ന് പറഞ്ഞ് കൈവിട്ടാൽ ആ പെൺകുട്ടി ഒരുപക്ഷെ ആത്മഹത്യയിലായിരിക്കും അഭയം കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഈ ചേർത്തുപിടിക്കൽ ആവശ്യമാണ് എന്നവർക്കറിയാമായിരുന്നു. അവർ അതുകൊണ്ട് ചേർത്തുപിടിച്ചു. ദിയ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇത്തരം ചേർത്തുപിടിക്കലുകൾ ഉണ്ടെങ്കിൽ കേരളത്തിലെ ആത്മഹത്യകളിൽ നല്ലൊരു പങ്കും കുറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഈ അതുല്യയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഒരുപക്ഷെ ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ടായിരിക്കാം ഈ അതുല്യ എന്ന് പറയുന്ന കുട്ടി ഇയാളുടെ സതീഷ് എന്നോ മറ്റോ ആണ് പേര്, അയാളുടെ ക്രൂരതകളെല്ലാം സഹിച്ചത്. കാരണം ഒരു കുട്ടിയുണ്ട്, ഇനി ഡിവോഴ്സായി പോയാൽ ആ കുട്ടിയുടെ ഭാവി എന്താവും? പെൺകുട്ടിയാണ്, വേറൊരാളെ കല്യാണം കഴിച്ചിട്ട് ആ വീട്ടിൽ എങ്ങനെ പെൺകുട്ടിയുമായി പോകും? ആ പെൺകുട്ടിക്ക് ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെയും ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം, അതൊക്കെയും എങ്ങനെയായിരിക്കും എന്ന ഒരു ഭയപ്പാടോടുകൂടിയായിരിക്കാം ആ പെൺകുട്ടി ഇയാളുടെ ജീവിതത്തിൽ നിന്ന് വഴിമാറി പോകാതിരുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒടുവിൽ അതൊന്നും സഹിക്കാൻ കഴിയാതെ, ക്ഷമിക്കുവാൻ കഴിയാതെ ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കുന്നു. പക്ഷേ ആ പെൺകുട്ടി തൻ്റെ വീട്ടുകാരോട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. തൻ്റെ പീഡനങ്ങളുടെ വീഡിയോകളൊക്കെ അവർക്ക് അയച്ചു ഉണ്ടായിരുന്നു. വാട്സപ്പിൽ അത്തരം വീഡിയോകളൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ കുറച്ചുകൂടി പക്വമായി പെരുമാറേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഒരുപക്ഷെ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന വിഷമതകൾ കൊണ്ടോ മറ്റോ ഒക്കെ ആയിരിക്കാം അവർ ഇയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് വരവാൻ പറയാതിരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം ക്രൂരമായ ബന്ധങ്ങൾ നിലനിർത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് നമ്മുടെ പെൺകുട്ടികളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കുവാൻ പറ്റുന്ന ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച്, അതൊന്നും ഇപ്പോൾ ഈ സമയത്ത് വലിയ കാര്യമല്ല. ഇത്തരം ക്രൂരതകൾ ചെയ്യുന്ന സൈക്കോകളോടൊപ്പം പോയി അവർ ലൈഫ് ഇല്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് 2-3 മാസത്തെ വിഷമം മാത്രമേ ഉള്ളൂ, ഒരു ബന്ധം വേർപിരിയില്ല. അതിനുശേഷം ഉചിതമായ ഒരു സ്ഥലത്ത്
വേറൊരാളെ കല്യാണം കഴിച്ച് ജീവിക്കാം. അതുമല്ലെങ്കിൽ ആ പെൺകുട്ടി വളരെ എഡ്യൂക്കേറ്റഡ് ആണ് എന്നാണ് മനസ്സിലാകുന്നത്. ശനിയാഴ്ച ആ പെൺകുട്ടി ജോലിക്ക് കയറാനിരുന്നതാണ്. ആ പെൺകുട്ടിക്ക് ഒരു സിംഗിൾ പാരന്റ് ആയിട്ട് ഒരു ഭർത്താവിന്റെയും ഒരു വീട്ടുകാരുടെയും താങ്ങും തണലുമില്ലാതെ ജോലി ചെയ്ത് കുട്ടിയെ പോറ്റുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം അധമന്മാരുടെ മുന്നിൽ തോറ്റുപോകുന്നതിന് തുല്യമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആത്മഹത്യ ചെയ്യാതിരിക്കുക പരമാവധി. കാരണം നമ്മൾ വീണു പോകുന്ന അവസരങ്ങളിലൊക്കെ നമ്മെ പരിഹസിക്കുവാനും നമ്മളെ പിന്നിൽ നിന്ന് കുത്താനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ അവരുടെ മുന്നിലൊക്കെ തോറ്റുപോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ചേർത്തു നിർത്തലുകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ ജീവിതത്തോട് പടപരതി മുന്നേറുവാനാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അതുല്യയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. ആ പെൺകുട്ടി ഒരുപക്ഷെ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവര് വിചാരിച്ചിട്ടുണ്ടാകാം ഈ പെൺകുട്ടി ഇനി വേറൊരാളെ കല്യാണം കഴിച്ചാൽ ആ പെൺകുട്ടിയുടെ